وكان عبد الواحد بن أبي ليلى رحمه الله تعالى മഹാനവറുകളായിരുന്നു. ലാ യദ്ഖുലു അലൈഹി അഹദുൻ, ഒരാളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരാറില്ല. ഇല്ലാ അത്അമഹു വസഖാഹു, അദ്ദേഹത്തിന്റെ അടുത്ത് ആര് വന്നാലും അവന് വേണ്ട ഭക്ഷണവും വെള്ളം കൊടുത്തിട്ടല്ലാതെ ഇല്ല. അപ്പൊ അത്രയും സൽക്കാല പ്രിയനായിരുന്നു മൂപ്പര്. വെറുതെ ആരും വിടൂല. വീട്ടിലേക്ക് ആരെങ്കിലും മൂപ്പരടുത്ത് വന്നോ അവർക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കും. എന്നിട്ട് സുമ്മ ഇലേക്ക്, പിന്നെ അദ്ദേഹത്തിലേക്ക് എന്താണെന്നറിയാമോ മൂപ്പര് കാരണം ബോധിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇഅ്തിറാഫൻ ബി അന്നഹു മുഖസ്സിറുൻ ബി ഹഖ്ഖിഹി, വിരുന്നുകാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമയിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ സമ്മതിച്ചുകൊണ്ട് ഇവര് പറയും. അങ്ങനെ പറഞ്ഞ് സമാധാനം ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടണം കേട്ടോ, എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, എന്നാലും കുറവൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ പറച്ചിലും ഇവര് പറയും. അതൊക്കെ ആദരവാണ്. കൊൽത്തു, ഞാൻ പറയുന്നു, ഓ മീമൻ അതിറക്ക് നാഹു, നമ്മൾ എത്തിച്ച കൂട്ടരുണ്ട്, അലാഹാദൽ കദമി, ഇതേ ഒരു നടപടിക്രമത്തിൽ നമ്മൾ എത്തിച്ചവരിൽ പെട്ടവരാണ് സയ്യിദി അസീഖ് മുഹമ്മദ് മഹാനവറുകൾ. പിന്നെ മറ്റൊരു ഷെയ്ഖാണ് വഷെയ്ഖ് അബുൽ അസ്ർ ഒമരി, വഷെയ്ഖ് അബ്ദുൽ ഹലീമിന് മുസ്ലിഹി, വഷെയ്ഖ് മുഹമ്മദ് ഷനാവി, വഷെയ്ഖ് അബൂബക്കർ ഹദീദി എന്നവരും വജമാഅത്തുൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, മറ്റുള്ളവരൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓലൊക്കെ ഇതുപോലെയായിരുന്നു പോയിരുന്നത്. ഇപ്പൊ കാനുല്ല യതകല്ലഫൂന ലിൽളൈഫി, അവര് വിരുന്നുകാരോടൊന്നും കീർത്തിക്കാറില്ലായിരുന്നു. എന്തുകൊണ്ട്? ഖൗഫൻ അൻ യദ്ജറു മിൻഹു ഇത് അതാഹും മറത്തൻ ഉഖറ. കീർത്തിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ തൊട്ട് അവർ തടഞ്ഞു നിൽക്കുന്നൊരു പേടിയുള്ളത് കൊണ്ടാണ്. അപ്പോ ഈ വിരുന്നുകാരൻ ഇപ്പോൾ പോയി പിന്നെ ഒരു അവസരം നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളടുത്ത് ഇനി വിസമ്മതിക്കുമോ നിൽക്കുമോ എന്നുള്ള പേടി ഉണ്ടാവും. അപ്പൊ ആ പുണ്യം നഷ്ടപ്പെട്ടു പോകും. അത് പേടിച്ചിട്ട് ഒന്നും ഓരോട് പ്രയാസപ്പെടുത്താൻ പോകാറില്ലായിരുന്നു. അത്രയും സ്നേഹിച്ച് ആദരവ് നൽകിക്കൊണ്ടായിരുന്നു അവരെ പറഞ്ഞയച്ചിരുന്നതെന്നാണ്. എന്നിട്ട് പോയക്കൂലൂന അവര് പറയും, മൻകാന യുതിഉമു ലൈഫഹു മാ യജിദു, കിട്ടിയതെന്താണോ അത് തന്റെ വിരുന്നുകാരൻ ആരെങ്കിലും ഭക്ഷിപ്പിച്ചാൽ ഫലാ യുബാരി ബിഹി അയ്യ വഖത്തിൻ ജാഅ, അദ്ദേഹം ഏതൊരു സമയത്ത് വന്നോ എന്നും നോക്കി പ്രശ്നമാക്കൂല. ഇതവർ പറയാം. കിട്ടിയതെന്താണോ അത് കൊടുത്ത് വന്നാൽ എപ്പോ വന്നു എങ്ങനെ വന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഖദ് സുഇല അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹു തആല, മഹാനവറുകളോട് ചോദിക്കപ്പെടുകയുണ്ടായി. എന്തിനെ കുറിച്ച്? അൻ മുനാവലത്തുൽ ളുയൂഫി ത്വആമ ലിഗൈരിഹിം, ഇദ്ദേഹത്തിന് ഭക്ഷിക്കുവാൻ വേണ്ടി കൊടുത്ത ഭക്ഷണം മറ്റുള്ളവർക്ക് എന്തു ചെയ്യാ ഈ വിരുന്നുകാരൻ കൊടുക്കും. അതിനെ കുറിച്ച് ചോദിച്ചപ്പോ വഖാല, അബ്ദുല്ലാഹ് മുബാറക് തങ്ങൾ പറഞ്ഞു, ഇൻകാന ലി ബഅദിഹിം വലാ ബഅസ, അത് അവരിൽപ്പെട്ട ചിലർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അമ്മാനിൽ അജ്നബി വല, പുറത്തൊരാക്കാൻ അവർ കൊടുക്കണമെങ്കിലേ പറ്റൂല. അപ്പൊ അവർക്ക് കിട്ടിയത് അവർക്കുള്ളതാണ്. വകാന ബക്ർ ഇബ്നു അബ്ദില്ലാഹിൽ മുസ്നി റഹിമഹുല്ലാഹു തആല യഖുൽ, മഹാൻ പറയുന്നു, മൻ ദുഖിയ ഇലാ തുആമിൻ, ഭക്ഷിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ ക്ഷണിച്ചാൽ ഫദഹബ മഅഹു ബിആഖറ, അങ്ങനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വേറൊരാളും കൂട്ടി വന്നാൽ ഇസ്തഹഖ ലതമതൻ, മുഖത്തൊരടിക്ക് ബാധ്യതയായി. അപ്പൊ ഈ കൊണ്ടുവന്നാക്ക് മുഖത്തൊരടി വാങ്ങേണ്ട കടമയായി. ഇനി വൈൻ ഖീലലഹു, അവനോട് പറയപ്പെട്ടു, ഇജ്ലിസ് കാഹുന, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. വഖാല, അപ്പോ പറഞ്ഞു, ബൽ ഹാഹുന എന്ന് പറഞ്ഞു, എങ്കിലും ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുത്തിയാൽ ഇസ്തഹഖ ലതമതൈനി, രണ്ടടി വാങ്ങേണ്ട കണക്കായി. ലതമ മുഖത്തടി എന്നാണ്. അപ്പൊ രണ്ടടി വാങ്ങേണ്ട രീതിയിലായി വന്നു. അങ്ങനെ വൈൻ ഖാല അലി സാഹിബ് ദാരി, ഇനി വീട്ടുടമസ്ഥനോട് ഇയാൾ ചോദിക്കുകയാണ്, അനാ തൗക്കൽ മഅന, നീ ഞങ്ങളെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ ചോദിച്ചാൽ ഇസ്തഹഖ സലാസ ലതമാത്തിൻ, 3 അടി. ഇപ്പൊ വാദകായി. അപ്പൊ 3 അടി വാങ്ങേണ്ട അപമര്യാദ ഇപ്പൊ പെരുമാറിയത് ആര്? വിരുന്നുകാരൻ. അതെങ്ങനെയാ? എന്താ കാരണം? ലി അന്നമാ ഫഅലു ബിസലാസി, നിശ്ചയമായിട്ടും ഈ 3 എണ്ണത്തിലും അവൻ പ്രവർത്തിച്ചത് ഹിസാലുൻ ഫുളൂലിൻ മിൻഹു,
അത് അവരിൽ നിന്ന് മോശമായി വന്ന ഒരു വേണ്ടാത്ത കാര്യങ്ങളാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ വിരുന്നുകാർ എന്താവണം, വേണ്ടതുപോലെയൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ വേണ്ടത് അല്ല. ഒരാൾ വിളിക്കേണ്ടത് നിങ്ങൾ പോകണമെന്നാണ് ഉത്തരകല്ല. വകാന മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ ആയിരുന്നു, എന്തായിരുന്നു, യജ്തഹിദു, വളരെ അധ്വാനിക്കും. എന്തിന്? യുത്ഇമൽ ലൈഫ, വിരുന്നുകാരന് ഭക്ഷിക്കാൻ, മീശയും വല്ലതും ഭക്ഷിപ്പിക്കണം. ലം യകുൻ ഇൻദ ദാലിക്കൽ ലൈഫ്, അന്ന് വിരുന്നുകാരന്റെ അടുത്തൊന്നുമില്ലാത്ത എന്തെങ്കിലും, വിരുന്ന് സൽക്കരിച്ച ഒരാളുണ്ട്, അയാളടുത്ത് അന്ന് പ്രധാനമായിട്ടൊന്നും കിട്ടാത്ത പലതും ഉണ്ടെങ്കിൽ അങ്ങനത്തെ വസ്തു, കിട്ടാത്ത ഒന്നുണ്ടാവും, വിരുന്നുകാര് കിട്ടാത്തൊന്നും, അതാണ്. പലാവി പലതി, വിരുന്നുകാരൻ നാട്ടിലും ഉണ്ടാവില്ല, വിരുന്നുകാരന്റെ വീട്ടിലും ഉണ്ടാവില്ല, വിരുന്നുകാരൻ നാട്ടിലും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്ത വല്ലതും ഭക്ഷിപ്പിക്കുവാൻ വളരെ ശ്രമിച്ചിരുന്നു ആര്? മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളുടെ. ഇങ്ങനെ വിരുന്നുകാരെ പ്രത്യേകം സൽക്കരിക്കും. കാരണം ഓൽക്ക് പുതിയതായിട്ട് കിട്ടിയ കാരണം അത്. ഖാല ഖാലിദ് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല, മകൻ പറയുന്നു, ദഖൽതു അലാ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹു തആല വമഈ റഫഖത്തുൻ, ഞാന് മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളുടെ അടുത്ത് പോയി പ്രവേശിച്ചു. കൂടെ എന്റെ ചങ്ങാതിമാരുണ്ട്. അങ്ങനെ വന്നപ്പോ അഖറജ ഇലൈന ശുഹദൻ, ഞങ്ങളിലേക്ക് ഒരു തേനെടുത്തെന്ന് മൂപ്പര്. എന്നിട്ട് വക്കാല, മൂപ്പര് പറയാണ്, ഇന്ന മിസ്ല ഹാദാ ലൈസ വ ഇൻദക്കും, ഞാൻ ഇപ്പൊ തന്ന തേനുണ്ടല്ലോ അതുപോലത്തെ ഒന്നിപ്പോ നിങ്ങളെ കയ്യിലുണ്ടാവില്ലല്ലോ പറഞ്ഞു. കൊല്ലാനാം, അതെ ഞങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പൊ ഞങ്ങളെ കയ്യിലില്ലാത്തത് മഹാൻ തന്നു, അതാണ് ആവശ്യം. ഇല്ലാത്തത് കിട്ടണമല്ലോ, ഉള്ളിട്ടിരുന്നാരും. വകാന മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുല്ലാഹു തആല, മഹാൻ മൈമൂൻ എന്നവര് പറയുന്നു, മൻ അത്അമ വലൻ യത്തമിർ, വല്ലവർത്തനും ഭക്ഷിപ്പിക്കുകയാണെങ്കിൽ എത്തരത്തിൽ അവൻ കാരക്ക ഭക്ഷിപ്പിച്ചില്ല എങ്കിൽ, ഐലം യുത്ഇമുൽ ലൈഫ തംറൻ, കാരക്ക ലൈഫിന് ഭക്ഷിപ്പിച്ചില്ല, അല്ലെങ്കിൽ ലൗ ഷൈഅൻ ഹുൽവൻ, അല്ലെങ്കിൽ മധുരമുള്ള ഒന്നും കൊടുത്തില്ല. ഭക്ഷണം കൊടുത്തു, ഇങ്ങനത്തെ മധുരമുള്ളൊന്നും കൊടുത്തില്ല എന്ന് വെക്ക. എന്നാ പിന്നെ ഈ ഭക്ഷണം നൽകിയവൻ ആരെപ്പോലെയായി? കാനക്കമൻ സ്വല്ലൽ ഇശാ വലം യൂത്ത്, വിശ്വസ്കരിച്ച് ഫറള്, വിത്തിരിക്കരിച്ചില്ല, അപ്പൊ അതിന്റെ സമ്പൂർണതയിലെത്തിയില്ല എന്നർത്ഥം. വിത്തിരും കൂടി ആകുമ്പോ രാത്രി നിസ്കാരത്തിന്റെ സമ്പൂർണതയിലെത്തി. അങ്ങനെ നിസ്കരിക്കാത്തവൻ വിശ്വസ്കരിച്ചു പോയ എങ്ങനെയുണ്ട്? സമ്പൂർണതയിലെത്തു എന്നതുപോലെ വിരുന്നുകാർ വരുമ്പോ അവർക്കൊരു മധുരമൊക്കെ കൊടുക്കണം. അത് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്. വഅലം, നീ അറിയണം, അന്നൽ വാജിബ അനൽ മുളീഫി, വിരുന്ന് സൽക്കരിക്കുന്ന ആളുടെ മേൽ വാജിബായത് അയുതിഇമൽ ലൈഫ മിനൽ ഹലാലി, കൊടുക്കേണ്ടത് ഹലാലി നന്നായി കൊടുക്കേണ്ടത്, ഹറാമെന്ന് കൊടുക്കാൻ പാടില്ല, അതാണ് ഭക്ഷിപ്പിക്കേണ്ടത്. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് വിരുന്നുകാരനെ അറിയിക്കലും വിരുന്ന് കൂട്ടുന്ന ആൾക്ക് വാജിബാണ്. നല്ല ഭക്ഷണം അതുപോലെ നല്ലതായിരിക്കുന്ന പസർമയുള്ള വല്ലതും കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അത്തരം കാര്യത്തെ തൊട്ട് വീഴ്ച വരുത്താതിരിക്കുകയും വേണം. തഖ്സീർ ചെയ്യരുതെന്നർത്ഥം. അന്നൽ വാജിബ്, ഇതാണ് വിരുന്നുകാരന് സൽക്കരിക്കുന്നവൻ ചെയ്യേണ്ടത്. എന്നാൽ വിരുന്നുകാരനുണ്ട് അന്നൽ വാജിബാർ ലൈഫി, വിരുന്നുകാരന്റെ മേൽ നിർബന്ധമായത് അയ്യജ്ലിസ ഹൈസ് അജ്ലസൂഹു, വിരുന്നുകാരന് എവിടെയാണോ വീട്ടുകാരിരുത്തിയത് അവിടെ തന്നെ ഇരിക്കണം, മാറി കൊടുക്കും പോകരുത്. ബിമാ ഇലൈഹി ഖദ്ദമുഹു, അവര് വിരുന്നുകാരിലേക്ക് എന്താണോ മുന്തിച്ചു തന്ന ഭക്ഷണമെങ്കിൽ അതുകൊണ്ട് തീർപ്പതിപ്പെടണം. അല്ല യഖ്റുജ ഹത്താ യസ്തഇദ്ന, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതം ചോദിക്കണം. ഇതൊക്കെയായിരിക്കണം വിരുന്നുകാരന്റെ കാര്യങ്ങൾ. മിണ്ടാതെ പോകാൻ പാടില്ല, ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല, ഇരുന്ന സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോയിരിക്കാനൊന്നും പറ്റൂല. റൂം കൊടുത്ത അവിടെ തന്നെ. വകാന ഔസ് ബിൻ ഖാരിജ റളിയല്ലാഹു തആല അൻഹു യഖൂലു, മഹാൻ പറയുന്നു, മാ ദഅഉതു ഖത്തു നഫറൻ ഇലാ തുആമി, എന്റെ ഭക്ഷണത്തിലേക്ക് ഒരു സംഘത്തെ ഞാൻ ക്ഷണിച്ചിട്ടില്ല ഒരിക്കലും. അകലുഹു, അതവർ തിന്നുകയും ചെയ്തിട്ടില്ല. ഇല്ലാ വറഅയ്തു, ഞാൻ കണ്ടിട്ടല്ലാതെ. എന്തിനെ? അൽ ഫളില, ഔദാര്യം, വൽ മിന്നത്ത, ഗുണം, ഫീഹിം, അവരിൽ. എന്തിനേക്കാൾ? അലയ്യ,
എന്റെ മേലിൽ അവരിലുള്ളതായിരിക്കുന്ന ഗുണമെന്താണ്, ശ്രേഷ്ഠത എന്താണ്, അതവർ ചെയ്തെന്ന് ഞാൻ കണ്ടു. അക്സറമി മിന്നത്തി അലയും, ഞാൻ അവരിലേക്ക് ചെയ്തു കൊടുത്ത ഗുണത്തിനേക്കാൾ അധികമായിട്ട് ഞാൻ കണ്ടു. ഇങ്ങനെ കണ്ടിട്ടേ നിൽക്കലുള്ളൂ. ഞാൻ ചെയ്തതല്ല വലിയ ഗുണമായിട്ട് കാണണം. ഓല് വന്നുള്ള ഗുണം, ഓല ശ്രേഷ്ഠത, വിരുന്നുകാർ വന്ന കൂടെ മലായിക്കത്തൊക്കെ ഉണ്ടാവും. ഒരു തൃപ്തിയല്ലേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, നല്ലൊരു ഗുണമാണ്. അതാണ് ഏറ്റവും വലിയതായി ഞാൻ കണ്ടതെന്ന് മഹാൻ പറഞ്ഞത്. വകാന ഹാമിദുൽ ലിഫാഫ് റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, മിൻ അലാമത്തുൽ മുതബഇലി ബിസ്സുഹദി, സുഹദിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രവർത്തികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവന്റെ അടയാളം, അന്നഹു ഇസ്തലാഫഹു അഹദുൻ, ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന് വിരുന്നുകൂട്ടിയാൽ, യദ്കുറു ലഹു സഖാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ധർമ്മത്തെ കുറിച്ച് ആ വിരുന്നുകാരൻ പറഞ്ഞു കൊടുക്കണം. അതല്ല കഥ. വഇൻ അലാഫഹു അഹദൻ, ഇനി വേറെ ഒരാളെ ഇവൻ പോയിട്ട് വിരുന്ന് സൽക്കരിക്കുകയാണ്, മറ്റത് വിരുന്നുകാരനായി സ്വീകരിക്കാൻ വേണ്ടി തേടുകയാണ്. അപ്പൊ അങ്ങനെ എന്നാ എന്ത് ചെയ്യണം, യദ്കുറുലഹു എന്നല്ല അവനോട് പറഞ്ഞു കൊടുക്കണം, സുഹൂദ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ആ പ്രപഞ്ചത്യാഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോ വിരുന്നുകാരനാക്കിയുള്ള സ്വീകരിച്ചാല്, മറ്റത് വിരുന്നുകാരനായി തേടി വരുമ്പോ അങ്ങനെ. വഖദ് കാനൽ അസ്മാഇ റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ഇദസ്തലാഫക ബഖീറുൻ, ഒരു ലുബ്ധനായ ഒരാൾ നിന്നെ വിരുന്ന് സൽക്കരിച്ചാൽ, ഫബാദിർ ഇലൈഹി, നീ അദ്ദേഹത്തിലേക്ക് വേഗം പോവണം. എന്നിട്ട് അല്ലിംകുൽ കറമ, ധർമ്മത്തിന്റെ മാന്യത എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വലാ തൗകുൽ ലഹു തുആമൻ, അദ്ദേഹത്തിന് വേണ്ടി നീ ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട, ഭക്ഷണമൊന്നും കഴിക്കേണ്ട, കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വ ഇയ്യാക, നീ സൂക്ഷിക്കുക, അൻ തൻസാ ദാബത്തക മിനൽ അലഫി, വൈക്കോല് പോലോത്തത് നിന്റെ മൃഗത്തിനിട്ട് കൊടുക്കേണ്ടി, ആ കാര്യം നീ മറക്കരുത്. എന്താ കാരണം, ഇന്നവും റുബമ പറത്തവി ആശായിക, ചിലപ്പോൾ നിന്നെ വീട്ടില് വിട്ട് സൽക്കരിച്ച ആരുണ്ട്, ഈ ലുബ്ധൻ, ഈ ലുബ്ധനായ ആള് അതിന്റെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കൂല, വീശ വരുത്തും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. കാരണം ലുബ്ധനായ ഒരാൾക്ക് ശ്രദ്ധിക്കാൻ ഒഴിവുണ്ടാവും, നോക്കൂല. അപ്പൊ കാനയക്കൂലു, അസ്മൈ തങ്ങൾ പറയുമായിരുന്നു, ഇന്ദ ബഖീരി, ഞാനെന്തായിട്ടില്ല ഒരു ലുബ്ധന്റെ അടുക്കൽ വിരുന്നുകാരനായി നിന്നിട്ടില്ല. ഇല്ലാ വസാഹത്ത് ദാബത്തി ജുഅൻ, എന്റെ മൃഗം വളരെ അധികം വിശന്ന് അട്ടഹസിച്ചിട്ടല്ലാതെ. അങ്ങനെ വസ്തു അനിൽ ഖലായി, തണ്ടാസിലേക്ക് പോകുന്ന കാര്യത്തെ തുടരാൻ ആവശ്യം, കാരണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അവരെ മലമൂത്ര വിശ്രമൊന്നും ഉണ്ടാവില്ല. എന്റെ നാക്കാലിയാണെങ്കിൽ കടന്ന് നിലവിളിക്കുകയും ചെയ്യും. കാരണം എന്താ, ലുബ്ധന്റെ വീട്ടിലേക്ക് പോയത്, അതുകൊണ്ടാണ്. അങ്ങനെ അമിൻ തു മിനുഹുമ, ഞാനെന്തായെന്ന് പറയുമ്പോൾ ദഹനക്കേടില്ലാതിരിക്കും. ആ ദഹനക്കേടില്ലാത്തതിനെ തൊട്ട് ഞാൻ നിർഭയത്തനായി. അപ്പറ്റി ദഹനക്കേടിന്റെ പ്രശ്നം ചെയ്തില്ല. അമിൻ തു കൊൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, വഖദ് അൻഷദനി ശൈഖുൽ ഇസ്ലാം കമാലുദ്ദീൻ തവീർ റഹിമഹുല്ലാഹു തആല അബിയാത്തും ഫിൽ ബഖീൽ, ലുബ്ധനായിരിക്കുന്ന ആളെ പറ്റി കുറച്ച് ബെയ്ത്ത് ഉണ്ടായിരുന്നു. അത് ഷെയ്ഖുൽ ഇസ്ലാം കമാലുദ്ദീൻ തങ്ങൾ എനിക്ക് പാടി തന്നു. ഒഹിയ ഖൗലു, അതാണ് മഹാൻ പാടിയ വാക്ക്, വൈദാ അറതൈഖഅഹു വർഫഇ യമീനിക മിൻ തുആമിഹി വൽ മൗതു അഹ്വനു ഇൻദഹു മിൻ മുളഇ ലൈഫിൻ വൽതിഖാമിഹി സയ്യാനക സുറൂറൈഫിഹി ഔ കസുറു ശൈഇൻ മിൻ നിളാമിഹി വഇദാ മറർത ബിബാബിഹി ഫഹ്ഫൾ റഈഫക മിൻ ഗുലാമിഹി. വഇദാ അറദത ഇഖഅഹു, ലുബ്ധനായ ഒരാളെ കൂട്ടുകാരനാക്കാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, പർഫയമീനിക്കമിൻ തുആമിഹി, അദ്ദേഹം തരുന്ന ഭക്ഷണത്തെ തൊട്ട് നിന്റെ വലത് കൈ ഉയർത്തിക്കോ, തിന്നണ്ട. ഫൽമൗത്ത് അഹ്വനു ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കല് മരണമാണ് ഏറ്റവും നിസാരമായത്. എന്തിനേക്കാൾ
വിരുന്നുകാരനായ ഒരാള് ഭക്ഷണം ചവച്ചിറക്കുന്നതിനേക്കാളും അദ്ദേഹം പിടിച്ച് വിഴുങ്ങുന്നതിനേക്കാളും അഥവാ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നിസ്സാരമായ കാര്യം മരിക്കലാണ് എന്നുള്ളതാണ്. സയ്യാനി അദ്ദേഹം തരുന്ന റൊട്ടിയുടെ പൊട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലിന്ന് വല്ലതും പൊട്ടില്ല, രണ്ടും സമമാണ്, ഒന്നും വ്യത്യാസമല്ല. കാരണം ലുബ്ധനല്ലേ, ഒന്നും അറിയാലോ. ലുബ്ധന്റെ വീടിന്റെ അരികിൽ കൂടെ, ആ ഗേറ്റിന്റെ അരികിൽ കൂടെ നീ പോവുകയാണെങ്കിൽ നിന്റെ കയ്യിലുള്ള പത്തിരി റൊട്ടിക്ക് സൂക്ഷിച്ചു വെച്ചോള അദ്ദേഹത്തിന്റെ മക്കളെ തൊട്ട്. കാരണം ലുബ്ധനായ ആളാണ്, അയാളെ മക്കൾക്ക് പോലും വേണ്ടതൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്നർത്ഥം. ഇതാണ് ലുബ്ധനായ ആൾക്കാരുടെ അടുത്ത് പോയി വിരുന്ന് വാർക്കണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ അത് പോരേണ്ടി വരും. ഇന്ത ആ വീത്തങ്ങ് അവസാനിച്ചു. അപ്പൊ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പോയാലും ദാരിക്കയാഹി ഷാറാനിമാൻ പറയാത് ഉദ്ധരിച്ചിട്ട്, എന്റെ സഹോദര നീ അറിയണം, ഓ പത്തിസു നഫ്സക, നിന്റെ ശരീരത്തെ നിന്റെ മനസ്സിനെ തുറന്നു നോക്കണം, പരിശോധിച്ചു നോക്ക്. അൽ തഖല്ലഖ് തബി തിൽക്കൽ അഖ്ലാഖി, മഹാന്മാരുടെ ഈ സ്വഭാവ ഗുണം നിനക്കുണ്ടോ എന്ന്. അതോ അം വറത്ത വീക, ഇതിലൊക്കെ നീ വീഴ്ച പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്. എന്നിട്ട് വക്കുൽത്ത, നീ പറയണം, ഇന്ന ഇത്ആമത്വാമി, അങ്ങനെ നീ പറയുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ഇന്ന ഇത്ആമത്വാമി, ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ലൈസഹു മിൻ ത്വരീഖത്തിന, അത് നമ്മുടെ മാർഗത്തിൽ പെട്ടതുമല്ല. ഇങ്ങനെയൊക്കെയാണോ എങ്കിൽ നീ കാര്യം മനസ്സിലാക്കണം. വലാ ത്വരീഖത്തി ഷെയ്ഖിന, നമ്മുടെ ഷെയ്ഖന്മാരുടെ മാർഗത്തിലും പെട്ടതല്ല എന്ന് നീ പറയുകയാണെങ്കിൽ, ഏതുപോലെ കമാ യഖൂബി ദാലിക, അത്തരമൊരു വിഷയത്തിൽ ബഅ്ളുമൻ, ചില ആൾക്കാർ അങ്ങനെ എന്തായി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആള് ഇദ്ദഖത്വരീഖ, അവര് ത്വരീഖത്വവാദം ബാധിക്കുന്ന ആളുകളാണ്. ത്വരീഖത്തിന്റെ അഖിലുകാർ എന്നൊക്കെ പറയുന്നുണ്ട്. ബി ഗൈരി സിദ്ദിഖിൻ, സത്യമല്ലാത്ത ത്വരീഖത്താണത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു. ഇവിടെ അയാൾ പറയാണ്, ഇത് കുല്ലു ബക്കീരിൻ, എല്ലാ സാധുക്കളും. അങ്ങനെ സാധുക്കള് ജുഇലലഹു, ആ സാധുവിന് വേണ്ടി ആക്കപ്പെട്ടിട്ടുണ്ട്. സിമാത്ത് എന്ന് പറഞ്ഞാല് വിവിധ ഭക്ഷണം കൊണ്ടുവന്ന് ടേബിള്, അങ്ങനെ ടേബിള് വെച്ച് ഒരുക്കി കൊടുത്തു. അങ്ങനത്തെ എല്ലാ വക്കീറന്മാരും അപ്പോ അങ്ങനെ കൊടുത്താൽ ഇവൻ ഇതുപോലെ ജുഇല മക്കാനോ മനാഖലിൽ ബത്വായീന, ബാത്തിലീങ്ങളായ ആളുകളുണ്ട്. ആ ബാത്തിലീങ്ങളായ ആളുകൾക്ക് മുട്ടുകുത്തുന്ന സ്ഥാനമാണ് അവൻ ഒരുക്കി കൊടുത്തതെന്നാ. അപ്പൊ പാവങ്ങൾക്ക് ഭക്ഷണം ഭക്ഷിപ്പിച്ചാൽ എങ്ങനെയൊക്കെയാണെന്ന് വാദിച്ച ആൾക്കാരുണ്ട്. അത്തരം നീ പെട്ടുപോയെന്ന് ആലോചിക്കണം. ഫഹദറിയാഹി മിന്താലിക്ക, അത്തരം കാര്യത്തൊട്ട് നീ പേടിച്ചട സഹോദര. പാവങ്ങൾക്ക് തിന്നാൻ കൊടുത്തൊരു കാര്യമല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം. പക്കത്ത് പറഞ്ഞതിൽ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, പൗലൂസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളെ വാക്ക്, മാ ജുബില വലിയുല്ലാഹി ഇല്ല അല സഖായി വ ഹുസ്നുൽ ഖുൽഖി എന്ന് കാണാം. അള്ളാന്റെ ഔലിയാനെയും വലിയനെയും പ്രകൃതമാക്കപ്പെട്ടിട്ടില്ല ധർമ്മത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും മേലല്ലാതെ. അവന് ധർമ്മം കൊടുക്കണ്ടാണോ ശരിയാവാം. ഇത് ഉദ്ധരിച്ചു കഴിഞ്ഞിട്ട് ഷഹറാനിമാൻ പറയാ, കൊൽത്തു, ഞാൻ പറയുന്നു, ഈ മിസ്രില് നഗരങ്ങളിൽ, മിസ്രിലൊക്കെ നമ്മുടെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യമായി എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അക്രമ എന്തിനേക്കാൾ പിന്നെ ഷെയ്ഖ് സുലൈമാൻ ഖുലൈരി, ഷെയ്ഖ് ജമാലുദ്ദീൻ, ഖലീഫത്ത് ഷെയ്ഖ് ഷാഹീൻ എന്ന് പറയുന്ന ആ മഹാന്മാരെ കണ്ട് പേരുള്ള അത്തരം മഹാന്മാരെക്കാൾ മാന്യരായിട്ട് നമ്മുടെ സഹോദരന്മാരോട് ആരും ഞാൻ കണ്ടിട്ട് ഒന്നും. കസ്തർ അല്ലാഹുൽ മുസ്ലിമീന മിൻ അംസാലിഹിമ, ആ രണ്ട് മഹാന്മാരെ പോലത്തെ ആൾക്കാരെ മുസ്ലിം കൂട്ടത്തിൽ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന്. വനഫഅനാ ബി ബറക്കത്തിഹിമ, അവ രണ്ടുപേരുടെയും ഗുണം ബർക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു ഉപകാരം ചെയ്യട്ടെ. വസാദഹുമ മിൻ ഫളിലിഹി വസാദിഹിമ മിൻ ഫളിലിഹി, അള്ളാന്റെ ഔദാര്യത്തിനുള്ള ഭക്ഷണം ഉണ്ടല്ലോ, അവർ രണ്ടുപേരുടെ ഭക്ഷണം സാദ് ബർക്കത്ത് ഇതുകൊണ്ടൊക്കെ ഉപകാരം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞു. ഇങ്ങനെയായിരുന്നു മഹാരഥന്മാരുടെയൊക്കെ സ്വഭാവങ്ങൾ. ഈ സ്വഭാവം നമ്മളിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിനാണല്ലോ നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കണം.